ഇങ്ങനെ വാശി പിടിച്ച എങ്ങനെയാ വി പി? ഇവിടുന്ന് എന്ന് പോകാൻ പറ്റുമെന്ന് ഡോക്ടർ പറയാതെ ഞാൻ എന്ത് പറയാനാ? ഒന്നെങ്കിൽ താൻ അത് കൃത്യമായി ഡോക്ടറോട് ചോദിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ അത് ചോദിക്കാൻ അനുവദിക്കും. ഇത് രണ്ടിനും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ അതൊക്കെ അംഗീകരിച്ചു തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ സമ്മതിച്ചല്ലേ. പിന്നെ എൻ്റെ ഓർമ്മയുടെ കാര്യം, അതൊക്കെ ശരിയാവുമ്പോൾ ശരിയാവട്ടെ. ഓർമ്മ തിരിച്ചു കിട്ടുന്നവരെ ഇവിടെ ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന പോലെ കിടക്കാൻ എനിക്ക് താല്പര്യമില്ല. വല്ലാതെ മടുത്തു തുടങ്ങിയിരിക്കുന്നു. താനത് മനസ്സിലാക്ക്. അതിന് എന്നോട് പിണങ്ങിട്ട് എന്താ കാര്യം? സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടുന്ന് പോകാൻ പറ്റില്ലല്ലോ. വി പി മരുന്ന് കഴിക്ക്. എന്നിട്ട് ഡോക്ടർ വരുമ്പോ വി പി തന്നെ നേരിട്ട് ചോദിച്ചോ. കഴിക്ക. ഡോക്ടർ സമ്മതിച്ചാലേ ഇല്ലെങ്കിലും നാളെ ഞാൻ ഇവിടുന്ന് പോകും. അത് വേറെ കാര്യം. ഗുഡ് മോർണിംഗ് പണിക്കർ. ഗുഡ് മോർണിംഗ്. എന്താണ് രാവിലെ അല്പം ദേഷ്യത്തിലാണെന്ന് തോന്നല്ലോ? തോന്നലല്ലേ ഡോക്ടർ, സത്യവാ. ഇവിടുന്ന് പോകാൻ പറ്റാത്തതിൽ എന്നോട് പിണങ്ങിയിരിക്കുക. ആഹാ, അതാണോ കാര്യം? ഇവിടുന്ന് പോകാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞത്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, ആള് നല്ല മിടുക്കനായിട്ടുണ്ടല്ലോ. ഡോക്ടർ വരുമ്പോഴെല്ലാം ഇതന്നെയല്ലേ പറയുന്നത്. എന്ന് വീട്ടിൽ പോവാന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായൊരു ഉത്തരം തരാതെയാണ് ഡോക്ടർ പോകുന്നത്. പക്ഷേ ഇന്ന് എനിക്കത് അറിഞ്ഞേ പറ്റൂ. എനിക്കെന്ന് വീട്ടിൽ പോകാൻ പറ്റും. നാളെ ഒരു എക്കോ ടെസ്റ്റ് കൂടി ഉണ്ട്. അത് ഓക്കെ ആണെങ്കിൽ അടുത്ത ദിവസം തന്നെ പണിക്കർക്ക് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആവാം. ടെസ്റ്റിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ അത് അടുത്ത ദിവസം ആക്കുന്നത് എന്തിനാ ഡോക്ടർ? നാളെ തന്നെ എനിക്ക് വീട്ടിൽ പോയിക്കൂടെ? ഇങ്ങനെ ധൃതി പിടിക്കല്ലേ പണിക്കരെ. നാളെ അത് മാത്രമല്ല, 1-2 ടെസ്റ്റുകൾ കൂടി ഉണ്ട്. അതിന്റെ റിസൾട്ട് കിട്ടാൻ ചിലപ്പോൾ 24 hours എടുക്കും. അതുകൂടി കിട്ടിയിട്ട് പോകുന്നതല്ലേ നല്ലത്? അല്ല, ഡിസ്ചാർജ് ചെയ്താലും പണിക്കർക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അതെന്താ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത? അല്ല, ചിലപ്പോൾ പണിക്കരെ മറ്റൊരു ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. മറ്റൊരു ട്രീറ്റ്മെന്റ് സെന്ററിലേക്കോ? സോറി, എനിക്ക് മനസ്സിലായില്ല. ഡോക്ടർ എന്താ ഉദ്ദേശിച്ചത്? മിസ്റ്റർ പണിക്കരുടെ കാര്യം ഞാനൊരു ന്യൂറോളജിസ്റ്റുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ മെമ്മറി റീഗെയിൻ ചെയ്യാൻ 1-2 ആഴ്ച ഒരു ന്യൂറോ കെയർ യൂണിറ്റിൽ ട്രീറ്റ്മെന്റ് ഏർപ്പാടാക്കാമെന്ന അദ്ദേഹം പറയുന്നത്. നോ, അതിനൊന്നും എനിക്ക് താല്പര്യമില്ല ഡോക്ടർ. ഇവിടുന്ന് ഡിസ്ചാർജ് ആയാൽ നേരെ വീട്ടിൽ പോവാം. ബാക്കി ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെ വേണമെന്നും എപ്പോൾ വേണമെന്നും ഞങ്ങൾ തമ്മിൽ ആലോചിച്ച് തീരുമാനിച്ചോളാം. ഓക്കെ, പണിക്കർക്ക് താല്പര്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ പേരിൽ മിസ്സസുമായിട്ടൊരു വഴക്ക് വേണ്ട. കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ചെയ്തല്ലോ. ഏതായാലും എത്രയും പെട്ടെന്ന് പണിക്കർ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ മാഡം, ഒന്ന് വരൂ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ അതെനിക്കും കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പണിക്കരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തന്നെയാ. ചില ടെസ്റ്റുകളുടെ കാര്യം മിസ്സസിനോട് ഡീറ്റെയിൽ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് വിളിച്ചത്. അതൊക്കെ ഭാര്യ തന്നെ പണിക്കരോട് ഡീറ്റെയിൽ ആയിട്ട് പറയും. മാഡം വന്നാൽ മതി, ഞാൻ ക്യാബിനിലുണ്ടാവും. ഓക്കെ, നാളെ 10 മണിക്ക് എക്കോ ടെസ്റ്റ് എടുക്കണം. ഓക്കെ. സത്യം പറ, വീട്ടിൽ പോകാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ എനിക്ക്? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. വി പി സമാധാനത്തോടെ ഇരിക്കുക. ഉടനെ തന്നെ പോവാന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ അക്ഷമ കാണിക്കുന്നേ? വി പി ഇവിടെ ഇരിക്കുക, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. ഇല്ല, ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ വിശേഷമൊന്നുമില്ല മുരളിയേട്ടാ. അല്ല, അവിടുത്തെ മീറ്റിംഗും ഡിസ്കഷനും ഒന്നും കഴിയാറായില്ലേ? മുരളിയേട്ടൻ എന്നാ വരുന്നേ? ഇനിയും 2-3 ദിവസമോ? ഇല്ല, അത്യാവശ്യമൊന്നുമില്ല, ചോദിച്ചേ ഉള്ളൂ. ആ, ജോബിനിടയ്ക്ക് വരാറുണ്ട്. ഇല്ല, അതൊന്നും പറഞ്ഞില്ല. മുരളിയേട്ടൻ വന്നിട്ട് പോവാന്ന് വിചാരിച്ചിരിക്കായിരിക്കും മാളു. വേണ്ട, ഇനിയിപ്പോ അത് ചോദിക്കാൻ ജോബിനും ടീച്ചറൊന്നും വിളിക്കാൻ നിൽക്കണ്ട. അവർക്ക് പരാതിയൊന്നും ഉണ്ടാവില്ല. ആ ശരി. ഇല്ലില്ല, വേറൊന്നുമില്ല, ഞാൻ അവളോട് പറയാം. ആ ശരി. മുരളിയായിരുന്നോ ഫോണില്? അതേമ്മേ. എന്താ അവൻ പറയുന്നത്?
ഇങ്ങോട്ട് വരാറായില്ലേ? ഇനിയും 2-3 ദിവസം എടുക്കുന്ന മുരളിയേട്ടൻ പറയുന്നത്. ക്ലയന്റ് ചെയ്ത യൂണിയൻ മിനിസ്റ്ററുടെ ബന്ധുവാണെന്ന്. മിനിസ്റ്റർക്ക് കൂടി താല്പര്യമുള്ള കേസായതുകൊണ്ട് അയാളുടെ സൗകര്യത്തിനും സമയത്തിനും അനുസരിച്ചാണ് ഡിസ്കഷൻ എന്ന്. അതാ ഉദ്ദേശിച്ച സമയത്ത് വരാൻ പറ്റാത്തതെന്ന്. ആ അശ്വതി, ആ പിള്ളേര് തമ്മിലുള്ള പ്രശ്നം നീ മുരളിയോട് പറഞ്ഞോ? ഇല്ല, വെറുതെ ആ കാര്യവും പറഞ്ഞ് മുരളിയേട്ടൻ എന്തിനാ വിഷമിപ്പിക്കുന്നെന്ന് ഓർത്തു. എന്ന് വെച്ച് പറയാതിരുന്ന എങ്ങനാ? ഇതൊക്കെ എപ്പോഴായാലും മുരളിയും കൂടെ അറിയേണ്ടതല്ലേ? അതുമാത്രമല്ല, മുരളിയും കൂടെ വന്നിട്ട് വേണമല്ലോ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. അതൊക്കെ ശരിയാ. എന്നാലും ഇപ്പിതൊക്കെ അറിഞ്ഞിട്ട് മുരളിയേട്ടൻ അവിടെ ഇരുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും ജോബിന് ടീച്ചറൊന്നും മുരളിയേട്ടനെ അറിയിച്ചിട്ടില്ല. അത് നിനക്കെങ്ങനെ അറിയാം? മുരളിയേട്ടൻ ജോബിനെ വിളിച്ചിരുന്നു. അപ്പൊ വലിയ കാര്യമായിട്ടൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നടന്ന കാര്യമൊന്നും അവർ മുരളിയേട്ടനെ അറിയിച്ചിട്ടുണ്ടാവില്ലല്ലോ. എങ്കിൽ അത് നേരായിരിക്കും. ചിലപ്പോ മുരളിയും കൂടെ വന്നിട്ട് കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കണമെന്ന് അവനും ആഗ്രഹിക്കുന്നുണ്ടാവും. അല്ല, ടീച്ചറിനെ നീ ഇവിടെ നടന്നതൊക്കെ അറിയിച്ചല്ലേ? ആ, അങ്ങനെ എല്ലാം ഒന്നും വിസ്തരിച്ചു പറഞ്ഞില്ല. എന്നാലും മാളുമായിട്ട് വഴക്കുണ്ടായെന്നും ഇവിടുന്ന് പിണങ്ങിയിട്ടാ ജോബിൻ പോയെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അല്ല, ഇത്രയൊക്കെ അറിഞ്ഞിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടാകാത്ത എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സാധാരണ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പരിഹരിക്കാൻ അവരാണല്ലോ ആദ്യം ചാടി പുറപ്പെട്ടു വരുന്നത്. ഇത്രയും ഗൗരവമുള്ള ഒരു കാര്യം നടന്നിട്ടും പിന്നെ എന്തായിരിക്കും അവരിതിൽ ഇടപെടാത്തത്? ചിലപ്പോ മുരളിയേട്ടൻ കൂടെ വന്നിട്ട് ഇത് പരിഹരിക്കാന്ന് ടീച്ചർ വിചാരിച്ചിട്ടുണ്ടാവും. ഉള്ളത് പറയാലോ അശ്വതി, ആര് വിചാരിച്ചാലും ഇത് അത്ര പെട്ടെന്നൊന്നും ഒരു ഒത്തീർപ്പിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ, അതെന്താ അമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ? മാളുവിന്റെ കാര്യം നിനക്കറിഞ്ഞൂടെ? അവൾ അങ്ങനെയൊന്നും ആരുമായിട്ട് പിണങ്ങാറില്ല. എന്നാൽ ആരോടെങ്കിലും വാശിയോ പിണക്കോ തോന്നിയാ പിന്നെ അവരുമായിട്ട് അത്ര പെട്ടെന്നൊന്നും അടുക്കേയില്ല. വാശിക്ക് ടീച്ചറുടെ മോനും അത്ര പിന്നോട്ടല്ല. അപ്പൊ പിന്നെ ഇത് പരിഹരിക്കണമെങ്കിൽ ദൈവം തമ്പുരാൻ തന്നെ വിചാരിക്കണം. അല്ലേലും ഏച്ച് കെട്ടിയാൽ അത് മുഴച്ചിരിക്കും. അഥവാ ഇനി രമ്യതയിലെത്തിയാലും ഇനി അങ്ങോട്ട് രണ്ടുപേരുടെയും ജീവിതം ഇങ്ങനെ പുകഞ്ഞും നീറിയും തന്നെ ആയിരിക്കും. അപ്പോ വിപിക്ക് ഇപ്പൊ നഷ്ടമായ ഈ ഓർമ്മ ഇനി തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലെന്നാണോ ഡോക്ടർ പറയുന്നത്? ഒരിക്കലും സാധ്യതയില്ലെന്നല്ല, ദർ ഇസ് എ ചാൻസ്. ചിലപ്പോൾ സാധ്യതയില്ലെന്ന് വന്നേക്കാം. അഥവാ ഇപ്പോൾ നഷ്ടപ്പെട്ട ഈ കാലം ഓർമ്മകളിലേക്ക് റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതെപ്പോ എങ്ങനെയെന്നൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ലെന്നാ ഡോക്ടർ കോശി പറയുന്നത്. ഇങ്ങനെ മെമ്മറി ലോസ് ഉണ്ടായവർക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയതും കിട്ടാത്തതുമായ പല കേസുകളും അദ്ദേഹം റെഫർ ചെയ്യുകയും ചെയ്തു. മംഗലാപുരത്ത് 56-ാം വയസ്സിൽ തൻ്റെ ജീവിതത്തിൻ്റെ 24-ാം വയസ്സ് മുതൽ മറന്നുപോയ ഒരാൾ ആ കാലയളവിൽ ഓർമ്മശക്തി വീണ്ടെടുക്കുന്നത് നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷമാണ്. തിരിച്ചും സംഭവിച്ച കേസുകളുണ്ട്. 4 മാസത്തിനകം മെമ്മറി വീണ്ടെടുത്ത ആൾക്കാരും ഇത്തരം ഹിസ്റ്ററി ഉള്ളവർക്കിടയിലുണ്ട്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അതിനുവേണ്ടി പ്രത്യേക ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമില്ലെന്നാണ് ഡോക്ടർ കോശിയും പറയുന്നത്. ഡോക്ടർ, വിപിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ? ഞാൻ പറഞ്ഞല്ലോ, പണിക്കർക്കുണ്ടായ ഈ ഒരു പ്രശ്നം മാറ്റി നിർത്തിയാൽ ഹീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇനിയിപ്പോ ഇവിടെ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ ഞാൻ ഉടനെ ഇവിടെ നിന്ന് പോവാലോ അല്ലേ? പോകാം, പക്ഷേ അതിലൊരു കോംപ്ലിക്കേഷൻ ഉണ്ടല്ലോ മാഡം. പണിക്കരെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരാളാണ് മിസ്റ്റർ പണിക്കർ. ആ സ്ഥിതിക്ക് എവിടെ നിന്നാണോ പണിക്കർ ഇവിടെ അഡ്മിറ്റ് ആക്കിയത് തിരിച്ച് അവിടേക്ക് തന്നെ പേഷ്യൻറ്റിനെ ഞങ്ങൾക്ക് റെഫർ ചെയ്യേണ്ടി വരും. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡോക്ടർ ജയദേവന്റെ ക്ലിനിക്കിലേക്ക് തന്നെ മടങ്ങേണ്ടി വരും. അഡ്വക്കേറ്റ് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലേ? ഓ, നന്ദൻ ഇങ്ങനൊരു സ്ഥിതിയുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു. ട്രീറ്റ്മെന്റ് റെക്കോർഡ്സ് സബ്മിറ്റ് ചെയ്ത് കോടതിയെ കൺവിൻസ് ചെയ്ത് ഒരു ഇടക്കാല ഉത്തരവിന് ശ്രമിക്കുന്നുണ്ടെന്ന് നന്ദൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വുഡ് ബി മോർ ബെറ്റർ. ഈ ഒരു കണ്ടീഷനിൽ പണിക്കരെ ഒരു മെന്റൽ ക്ലിനിക്കിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എത്രയൊക്കെ ആയാലും അവിടുത്തെ ഒരു ആംബിയൻസിൽ പണിക്കരാകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഡോക്ടർ,
അവിടെ എത്തുമ്പോൾ ഒരു പക്ഷേ വി പിക്ക് കഴിഞ്ഞതെല്ലാം ഓർമ്മ വരുമെങ്കിലോ? അതിനൊരു നേരിയ സാധ്യതയെ ഞാൻ കാണുന്നുള്ളൂ. ഇനി അഥവാ അങ്ങനെ മെമ്മറി തിരിച്ചു കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ, ഈ സിറ്റുവേഷനിൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമേ അതുകൊണ്ട് ഉണ്ടാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നഷ്ടപ്പെട്ടുപോയ ആ കാലയളവിലെ ഓർമ്മയിൽ പണിക്കരെ സന്തോഷിപ്പിക്കുന്നതോ സമാധാനിപ്പിക്കുന്നതോ ആയ ഒരു സംഭവം ഇല്ലല്ലോ മാഡം. മറിച്ച് വേദനിപ്പിക്കുന്നതും നിരാശപ്പെടുത്തുന്നതുമായ ഒരുപാട് സംഭവങ്ങളുണ്ട് താനും. സ്വന്തം മകളുടെ കാര്യം ഉൾപ്പെടെ. അതൊക്കെ തിരിച്ചറിയുമ്പോൾ ഭർത്താവ് എങ്ങനെയാവും അതിനോട് പ്രതികരിക്കുക എന്ന് മാഡം ഒന്ന് ചിന്തിച്ചു നോക്ക്. പണിക്കരുന്നൊരു മനോരോഗിയല്ല. ഈ മെമ്മറി ലോസ് ഒഴിച്ചാൽ ശാരീരികവും മാനസികവുമായി ഒരു തകരാറുമില്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം. ഇത്രയൊക്കെ ദുരന്തങ്ങൾ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ പണിക്കർക്ക് അത് താങ്ങാവുന്നതിലും വലിയ ഭാരമായിരിക്കും. അത് ചിലപ്പോൾ വീണ്ടും ഒരു കൊളാപ്സിന് കാരണമായിക്കൂടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തിരിച്ചവിടേക്ക് പോകാതിരിക്കാൻ പറ്റുമെങ്കിൽ അതായി ഏറ്റവും നല്ലത്. അഡ്വക്കേറ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. ഞാൻ ഏതായാലും നന്ദനോടൊന്ന് ആലോചിക്കട്ടെ. മതി, സാവകാശം മതി. കോടതിയിൽ നിന്ന് ഫേവറബിളായ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാകുമെങ്കിൽ വേണമെങ്കിൽ ഡിസ്ചാർജ് 1-2 ദിവസത്തേക്ക് നമുക്കൊന്ന് ഡിലേ ആക്കാം. എന്തു വേണമെന്ന് വക്കീലുമായിട്ടൊന്ന് ആലോചിക്കാം. ശരി ഡോക്ടർ. മാളു, ഇതെന്തു കോലോ മാളു നിന്റെ? എത്ര നാളെന്ന് കരുതിയാ നീ ഈ റൂമിലിങ്ങനെ അടച്ചു മൂടിയിരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ആരോടാ നീ ഈ വാശി തീർക്കുന്നത്? എനിക്ക് ആരോടൊരു വാശിയില്ല അമ്മ. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതെന്നോട് മാത്രം. നീ ഇത് കുടിച്ചേ. അമ്മ അവിടെ വച്ചേക്ക്, ഞാൻ കുടിച്ചോളാം. കുറച്ചു മുമ്പ് അച്ഛൻ വിളിച്ചിരുന്നു. ഇവിടെ നടന്നതൊന്നും ഞാനായിട്ട് അച്ഛനോട് പറഞ്ഞില്ല. വെറുതെ എന്തിനാ അച്ഛന്റെ കൂടി മനസമാധാനം ഇല്ലാതാക്കുന്നതെന്ന് വിചാരിച്ചു. അച്ഛൻ ജോബിനെയും വിളിച്ചിരുന്നു. ജോബിനും ഇവിടെ നടന്ന കാര്യമൊന്നും മുരളിയേട്ടനെ അറിയിച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ എത്ര നാൾ മൂടി വെക്കാൻ പറ്റുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ മാളു? മൂടി വെക്കണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ലമ്മേ. അച്ഛനെ ഇപ്പൊ ഒന്നും അറിയിച്ചില്ലെങ്കിലും വരുമ്പോ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം തന്നെ എന്റെ അഭിപ്രായം. എന്നിട്ട് എന്ത് ചെയ്യാന്നാ നീ വിചാരിക്കുന്നത്? പറ, കേക്കട്ടെ. പരസ്പരം യോജിച്ചു പോകാനാവാത്തവരുടെ ജീവിതത്തില് സാധാരണ എന്ത് തീരുമാനമാണോ രക്ഷിതാക്കൾ എടുക്കാറുള്ളത്, അതുപോലൊരു തീരുമാനം എന്റെ കാര്യത്തിലും ആകാമല്ലോ. എന്ന് വെച്ചാ എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഒരു സെപ്പറേഷൻ ആണോ? കൊള്ളാം. എത്ര എളുപ്പത്തിലാ മാളു നീ അതേക്കുറിച്ചൊക്കെ പറയുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിന്റെ വരായികൾ എന്തൊക്കെയാണെന്ന് അല്പമെങ്കിലും നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ പിന്നെ എന്ത് വേണമെന്ന് അമ്മ ഒന്ന് പറഞ്ഞതാ എനിക്ക്. മാളു, നീ ഇങ്ങനെയൊന്നും ചിന്തിക്കുക കൂടി ചെയ്യരുത്. ഒരു സെപ്പറേഷനെ കുറിച്ച് ചിന്തിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങളുടെ ജീവിതത്തില്. നിങ്ങൾ രണ്ടുപേരും ജീവിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മോളെ. അതെന്താ നീ മനസ്സിലാക്കാത്തത്? അത് ഞാൻ മാത്രം മനസ്സിലാക്കിയാൽ മതിയോ അമ്മേ? എന്റെ ഒപ്പം ജീവിക്കാൻ തീരുമാനിച്ച ഒരാള് എന്നെ അവിശ്വസിക്കാൻ തുടങ്ങിയ, എന്റെ വ്യക്തിത്വത്തെ സംശയിക്കാൻ തുടങ്ങിയ ഞാൻ പിന്നെ എന്തു വേണം? അതുകൂടി എനിക്കൊന്ന് പറഞ്ഞു അമ്മ. ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ആ സംശയത്തിന്റെ നിഴലിൽ തന്നെ കഴിയണോ? അതാണോ അമ്മയും മുത്തശ്ശിയൊക്കെ ഉദ്ദേശിക്കുന്ന കോംപ്രമൈസ്? സോറി അമ്മേ, എനിക്കതിലൊട്ടും താല്പര്യമില്ല. അമ്മയുടെ അച്ഛന്റെയും BP അങ്കിളുടെയും ഗീതാഞ്ജലിയുടെ ഒക്കെ ജീവിതം കണ്ട ഞാൻ വളർന്നത്. ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ അമ്മ അച്ഛനെയോ അച്ഛൻ അമ്മയോ സംശയിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്തായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോന്റെ പ്രശ്നം മാറ്റി നിർത്തിയാൽ VP അങ്കിളുടെ ഗീതാഞ്ജലിയുടെ ജീവിതവും അതുപോലെ തന്നെയായിരുന്നു. ആ വിശ്വാസവും സ്നേഹവും എന്റെ ഭർത്താവിൽ നിന്ന് ഞാനും പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ജോബിൻ നിന്നെ അവിശ്വസിക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ആ അരുണിന്റെ പ്രശ്നമാണോ? ആ പയ്യൻ അന്ന് രാത്രി ഇവിടെ വന്നതും മുരളിയേട്ടൻ ചോദിച്ചപ്പോ നീ പറഞ്ഞിട്ടാ വന്നേന്നോ പറഞ്ഞോന്നൊക്കെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു.
അതേക്കുറിച്ച് ജോബിനോട് നീ സംസാരിച്ചിരുന്നോ? ഇല്ല. അരുണിന്റെ ഭാഗത്തു നിന്നുള്ള ശല്യപ്പെടുത്തൽ ഡോക്ടറെ അറിയിക്കാതിരുന്നത് അബദ്ധമായി പോയെന്ന് എനിക്കിപ്പോ തോന്നുന്നു. അത് ഞാൻ സമ്മതിക്കാം. അതിന്റെ പേരിൽ ഡോക്ടർക്ക് എന്നെ ന്യായമായും സംശയിക്കാം. പക്ഷെ അത് എന്നോട് നേരിട്ട് ചോദിക്കുന്നതിന് പകരം എന്നെ ശല്യപ്പെടുത്തുന്നവന്റെ അടുത്ത് പോയി എന്റെ മോറൽ സൈഡ് എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കുകയാണോ വേണ്ടത്? അത് എന്നെ ഇൻസൾട്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം അല്ലേ അമ്മേ? എന്റെ സ്ഥാനത്ത് അമ്മയായിരുന്നെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമായിരുന്നു? ഈ പ്രശ്നം ഇത്രത്തോളം വഷളായ കാര്യം നീ എന്താ മാളു ഞങ്ങളോട് തുറന്നു പറയാതിരുന്നത്? എങ്കിൽ തുടക്കത്തിൽ തന്നെ ജോബിന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നല്ലോ. പോട്ടെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അച്ഛൻ വന്നിട്ട് കാര്യങ്ങൾ ജോബിനുമായിട്ട് ഞങ്ങൾ സംസാരിക്കാം. രണ്ടുപേർക്ക് സംഭവിച്ച തെറ്റും തെറ്റിദ്ധാരണയൊക്കെ പരസ്പരം പറഞ്ഞ് തിരുത്താലോ. നോക്കുമാളൂ, അങ്ങനെ സോൾവ് ചെയ്യാവുന്ന പ്രശ്നങ്ങളെ ഇപ്പൊ നിന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളൂ. പരസ്പരം അതൊക്കെ പറഞ്ഞു തീർക്കുന്നതിന് പകരം സെപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ നീ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കല്ലേ മോളെ. ജോബിനും ഇതൊക്കെ ഒന്ന് ഭംഗിയായി പറഞ്ഞു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാവും നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു വഴക്ക് നടന്നതിനെ പറ്റി അച്ഛനോട് അവൻ സൂചിപ്പിക്കാതിരുന്നത്. നീയൊന്ന് മനസ്സ് വെച്ചാ അച്ഛൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഈ പിണക്കം പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. ജോബിനെ ഞാനൊന്ന് വിളിക്കട്ടെ? വേണ്ടമ്മേ. എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്റെയോ എന്റെ വീട്ടുകാരുടെയോ ബാധ്യതയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാരും കൂടി ആലോചിച്ചിട്ടല്ലല്ലോ ഡോക്ടർ എന്നെ സംശയിച്ചു തുടങ്ങിയത്. അത് തെറ്റായി പോയെന്ന് ഡോക്ടർക്ക് സ്വയം ബോധ്യപ്പെടുന്നെങ്കിൽ മാത്രമേ ഒരുമിച്ചൊരു ജീവിതത്തിനെ കുറിച്ച് ഇനി ആലോചിക്കുന്നുള്ളൂ. അമ്മ ഇതും പറഞ്ഞ് ഇനി എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. എന്തായി നന്ദൻ, ഡോക്ടറെ കണ്ടോ? കണ്ടു. ഡോക്ടറായിട്ട് സംസാരിക്കായിരുന്നു ഇത്രയും നേരം. പണിക്കർ സാറിന് ഗൃഹപരിചരണമാണ് ഇനി വേണ്ടതെന്ന് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന ഈ അഫിഡവിറ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഡോക്ടറുടെ ശക്തമായ ശുപാർശയാകുമ്പോൾ കോടതി അത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അതുവരെ VP-യെ നമ്മൾ എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യും നന്ദൻ? അതാണിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. തിരിച്ച് മനസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ VP ഇത് ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഡോക്ടർ ആ കാര്യം ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചപ്പോൾ തന്നെ VP അതിനോട് ഒട്ടും യോജിക്കാത്ത മട്ടില്ലായിരുന്നു. എന്തായി മാഡം? മിസ്റ്റർ പണിക്കരോട് നിങ്ങൾ സംസാരിച്ചോ? ഇല്ല ഡോക്ടർ, അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ. ഇവിടുന്ന് കോടതി അനുവദിക്കാതെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നുള്ളത് ഒട്ടും പ്രായോഗികമല്ല. മാത്രമല്ല അത് നമ്മുടെ കേസിനെ വിപരീതമായ രീതിയിൽ ബാധിക്കുകയും ചെയ്യും. ഞാൻ ആലോചിച്ചിട്ട് ഇപ്പോൾ 2 വഴികളെ നമ്മുടെ മുന്നിലുള്ളൂ ഡോക്ടർ. ഒന്നുകിൽ കോടതിയിൽ നിന്ന് ഒരു ഇടക്കാല ഉത്തരവ് വരുന്നിടം വരെ പണിക്കർ സാറിൻ്റെ ഡിസ്ചാർജ് നീട്ടിക്കൊണ്ടുപോവുക, അല്ലെങ്കിൽ സാറിൻ്റെ എതിർപ്പ് അവഗണിച്ച് നമ്മൾ പേഷ്യൻറ്റിനെ ഡോക്ടർ ജയദേവൻ്റെ ക്ലിനിക്കിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുപോവുക. പേഷ്യൻറ്റിനെ നിർബന്ധിച്ചൊരു ഷിഫ്റ്റ് അത് റിസ്ക് ആണ് വക്കീലേ. കാരണം അത് അയാളുടെ ആരോഗ്യനിലയെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ VP ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ. അതുകൊണ്ട് ഡിസ്ചാർജ് നീട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കാതിരിക്കുന്നത് നല്ലത്. ഏറിയാൽ ഒരു 2-3 ദിവസം കൂടി പണിക്കരോട് എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിനുള്ളിൽ കോടതിയിൽ നിന്ന് ഒരു വെർഡിക്റ്റ് കിട്ടുമോ? കേസ് കോടതിയുടെ അടിയന്തര പരിഗണനയ്ക്ക് എടുക്കണമെന്ന് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം. പക്ഷേ ഉത്തരവ് നമുക്ക് അനുകൂലമായില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴും നമുക്ക് ഈ പ്രതിസന്ധി നേരിടേണ്ടി വരില്ലേ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. പണിക്കർക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത സാഹചര്യം വളരെ മൈൽഡായ രീതിയിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക. അയ്യോ, അപ്പൊ അപ്പുവിന്റെ കാര്യം VP-യോട് പറയേണ്ടി വരില്ലേ? അതൊക്കെ അറിയുമ്പോൾ VP എങ്ങനെ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. തൽക്കാലം മകളുടെ കാര്യം പറയാതെ കേസിന്റെ കാര്യം മാത്രം പറയുക. അത് മിസ്റ്റർ നന്ദകുമാർ വിചാരിച്ചാൽ ദോഷമില്ലാത്ത രീതിയിലൊന്നും പ്രസന്റ് ചെയ്യാൻ പറ്റില്ലേ?